ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്റെ നയിക്കുന്ന ശ്രീ ലളിത സഹസ്രനാമ പഠന ക്ലാസ് ശ്രീനിവാസൻ പന്തലിങ്കൽ നയിക്കുന്ന ശ്രീ ലളിത സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പക്ഷേ നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം തിരുമേനി. ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതി നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ സബര്യയുടെ 10ാമത്തെ ക്ലാസ് ആണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ തുടർന്നു പോകുന്നത്. കാരണം ആ ഇച്ഛാശക്തി പരമേശ്വര തിരുമേനിയിലേക്കും എന്നിലേക്കും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഇതെല്ലാം സംഘടിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ സത്സംഗം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്സംഗം സംഘമാണ്. സ്വയം നമ്മൾ അതിൽ ഉൾപ്പെടുന്നതോടുകൂടി മറ്റുള്ളവരിലേക്ക് കൂടി അത് പകർന്നു കൊടുക്കാനുള്ള ഒരു ത്വര നമ്മൾക്ക് വേണം. നമ്മുടെ സംസ്കൃതി, നമ്മുടെ നന്മകള്, ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഇതൊക്കെ പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ മഹത്തായ കാര്യം തന്നെയാണ്. കാരണം ഈ വിശ്വത്തിൻ്റെ തേജസ് തന്നെ ഈ ഭാരതഖണ്ഡമാണ്. അത് ആരെന്ത് പറഞ്ഞാലും, ഇപ്പോൾ ബഹിരാകാശ യാത്രയിൽ പോയിട്ടുള്ള ശുക്ലാജി, റീകളക്ട് ഹിസ് നെയിം, അദ്ദേഹം പറഞ്ഞത് 400 കിലോമീറ്റർ ദൂരെയാണ് സ്പേസ് സ്റ്റേഷൻ. അവിടുന്ന് നോക്കുമ്പോൾ ലോകം മുഴുവൻ ഒന്നായി കാണുന്നു എന്നാ പറയണത്. ഒരു അതിരുമില്ലാതെ ഈ വിശ്വം മുഴുവൻ ഒന്നായി കാണുന്നു. ഇത് തന്നെയാണ് നമ്മുടെ സനാതന സങ്കല്പം. ആ സങ്കല്പത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിർവരമ്പുകളില്ലാത്ത ആ സനാതന ധർമ്മം വ്യാപിക്കണമെന്ന് ആഗ്രഹിച്ച ഋഷിമുനിമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ എല്ലാ ദേവി ദേവതാ സങ്കല്പവും അതിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു പ്രയാണമാകട്ടെ ഈ ഓരോ സത്സംഗവും. എല്ലാ പ്രാവശ്യത്തെയും പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുള്ള ഒരു ചെറിയ കഥ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരു ഗ്രാമത്തിലെ 3 പണ്ഡിതന്മാരായിട്ടുള്ള സാധുക്കള് അവര് യാത്ര പോയി. അങ്ങനെ യാത്ര പോയി ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ കടന്ന് കുറേ ദിവസം യാത്ര ചെയ്തിട്ട് ഒരു വനാന്തരത്തിലൂടെ പോയി ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുകയാണ് അവര്. അപ്പൊ ഈ വനത്തിലൂടെ പോയിരുന്നു. 2-3 ദിവസം ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല. നല്ല വിശപ്പുണ്ട് അവർക്ക്, ഇനി നടക്കാൻ വയ്യ. അങ്ങനെ ആ ഗ്രാമത്തിലെത്തുമ്പോൾ ആ ഗ്രാമം മുഴുവൻ അകാലമായിട്ട് ഭക്ഷണമൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഗ്രാമവാസികളാണ്. എങ്ങും ദാരിദ്ര്യവും രോഗവും ജലം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരോഗ്യമുള്ളവരും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളവരൊക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ 3 പേരും കുറെ നടന്നപ്പോൾ വലിയൊരു മതില് കണ്ടു അത്രേ. അപ്പോ ഗ്രാമവാസികളോട് ചോദിച്ചു, ഈ മതിലിന്റെ അപ്പുറത്ത് എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഇത്രയും വലിയ മതില് കയറാനൊന്നും ഇവിടെ ആർക്കും അതിനുള്ള ആ മനസ്ഥിതിയോ ധൈര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല അതെന്താണെന്ന്. വളരെ വലിയ മതിലാണ്. അപ്പൊ ഈ 3 പേരും കൂടി തീരുമാനിച്ചു, നമുക്കൊന്ന് ശ്രമിക്കാം.
ഈ മതിലിന്റെ മുകളിൽ കയറാമെന്ന്. അപ്പൊ ഈ സാധുക്കൾ 3 പേരും കൂടി അവിടെയുള്ള കുറെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് അവരുടെ കുറച്ച് യോഗസിദ്ധികളൊക്കെ ഉപയോഗിച്ച് കുറെ പ്രാവശ്യം മുകളിൽ കയറി എത്താറാകുമ്പോൾ താഴത്തേക്ക് വീഴും. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരാൾ, ആദ്യത്തെ ആള് ഈ മതിലിന്റെ മുകളിലെത്തി. എത്തിയതിനു ശേഷം അദ്ദേഹം തിരിഞ്ഞ് ഈ 2 പേരെയും ഒന്ന് നോക്കി. നോക്കുമ്പോൾ ആഹ്ലാദഭരിതമാണ് ഇദ്ദേഹത്തിന്റെ മുഖം. എന്തോ പറയണമെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്, പക്ഷെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ തന്നെ അദ്ദേഹം എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് 2 പേർക്കും വളരെ സങ്കടം തോന്നി. എന്തായാലും എല്ലാവരും കൂടി ശ്രമിച്ച് ഇത്രയും മുകളിൽ കയറിയിട്ട് എന്താണെന്ന് പോലും പറയാതെ അദ്ദേഹം പോയല്ലോ. ഞാൻ എന്തായാലും പോവാം, രണ്ടാമൻ തീരുമാനിക്കുകയാണ്. പോയതിനു ശേഷം ഞാൻ പറയാം നിന്നോട് എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം വളരെ ശ്രമപ്പെട്ട് മതിലിന്റെ മുകളിലെത്തി. അപ്പോഴേക്കും ഗ്രാമവാസികളൊക്കെയും എഴഞ്ഞും നീണ്ടും ഇവരെന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇത് തന്നെയാണ് സ്വർഗം, അത്രയും നല്ല ഒരു ഭൂപ്രകൃതിയാണ് അവിടെ, അത് സുന്ദരമാണ്, സമൃദ്ധമാണ്, എല്ലാ സാധനങ്ങളും എനിക്ക് കാണുന്നുണ്ട് അവിടെ, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അറിയിച്ചതിന് ശേഷം അദ്ദേഹവും എടുത്തു ചാടി. അപ്പൊ 3-മത്തെ ആൾക്ക് തോന്നി, ഇങ്ങനെ ശരിയാവില്ലല്ലോ, എത്ര പേരെന്റെ പിറകിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുകളിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒക്കെ നോക്കിയതിന് ശേഷം ഞാൻ തിരിച്ചിറങ്ങാം, എന്നിട്ട് നിങ്ങളോട് പറയാം എന്ന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് അദ്ദേഹം മുകളിൽ കയറിയപ്പോൾ അദ്ദേഹത്തിനും ആ സ്വർഗീയ തുല്യമായിട്ടുള്ള ആ ഭൂമി കണ്ട് അദ്ദേഹത്തിനും എടുത്തു ചാടാനാണ് തോന്നിയത്. പക്ഷെ അദ്ദേഹം എല്ലാ തൻ്റെ ത്വരകളും അടക്കി നിർത്തി തിരിച്ചിറങ്ങി ഗ്രാമവാസികളെ എല്ലാവരെയും കൂട്ടി ഒരു ഉപാധി കണ്ടെത്തി അവരെയും അപ്പുറത്തേക്ക് എത്തിച്ചു. അപ്പൊ ഇവിടെ 3 പേരില് എപ്പോഴും ആത്മസാക്ഷാത്കാരത്തിൽ എത്തുന്ന ഒരാള് ഏത് യോഗവിദ്യ ചെയ്തിട്ടാണെങ്കിലും, മന്ത്രവിദ്യ ആണെങ്കിലും, തന്ത്രവിദ്യ ആണെങ്കിലും, ജപമാണെങ്കിലും, നാമമാണെങ്കിലും അതിൽ എത്തിച്ചേരുമ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാം മറക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. എന്നിട്ട് നമ്മൾ അതിൽ മുഴുകിപ്പോവും, ആ പീയൂഷധാരയിലത്രേ. അതാണ് ആദ്യത്തെ ആൾക്കും 2-മത്തെ ആൾക്കും പറ്റിയത്. പക്ഷെ 3-മത്തെ ആള് എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ള ആ ഒരു, എന്താ അതിന് പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആ കരുണ അവരിൽ വേണം, എങ്കിലെയാണ് ആ എല്ലാ സിദ്ധികളെയും ഉപേക്ഷിച്ചിട്ടും ഇവരെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം വരുന്നു. അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ ഋഷിമുനികളൊക്കെ. ഇപ്പോ നമ്മൾക്ക് ലളിതാ സഹസ്രനാമം തന്ന അഗസ്ത്യമുനിയും, അതുപോലെ ഈ വേദവ്യാസനും, ഈ വേദങ്ങളും എല്ലാം നമുക്ക് മഹാഭാരതവും ഭാഗവതവും ഒക്കെ തന്ന വേദവ്യാസനും, അതേപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യരും ശ്രീരാമകൃഷ്ണ പരമഹംസരും ഒക്കെ ഈ പീയൂഷധാര അനുഭവിച്ചിട്ടും അത് നമ്മിലേക്ക് പകർന്നു തന്നതാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കഴിയുന്നത് പോലെ ഇതിനെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ജന്മത്തിലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും പറ്റട്ടെ എന്ന് കരുതുക, എന്നിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. നമ്മള് 21-മത്തെ ശ്ലോകത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ. അപ്പൊ ഇവിടെ ഈ 6 നാമങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു ശ്ലോകത്തില്. സർവാരുണാനവദ്യാംഗി എന്നുള്ളതില് സർവാരുണ എന്നുള്ളൊരു നാമം അത് നമ്മൾ കണ്ടു. അനവദ്യാംഗി, ഒരു കോട്ടവും തട്ടാത്ത അംഗങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും എല്ലാ ജീവികളുടെയും എല്ലാറ്റിൻ്റെയും കഴിവുകളും സൗന്ദര്യവും സമാഹരിച്ചിട്ടുള്ള സൃഷ്ടിയാണ് ദേവി തന്നെ. അപ്പോ അങ്ങനെയാണ് ത്രിപുര സുന്ദരി. അതാണ് അനവദ്യാംഗി എന്നുള്ള നാമം. അതുപോലെ തന്നെ സർവാഭരണ ഭൂഷിതയാണ് ദേവി എന്ന് നമ്മൾ കണ്ടു. ദാരിദ്ര്യമല്ല നമ്മുടെ സങ്കല്പം. നമ്മുടെ സങ്കല്പം, ആത്മീയ സങ്കല്പം പോലും വളരെ ഐശ്വര്യപൂർണമാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ദേവി സർവാഭരണ ഭൂഷിതയാണ്. ഈ നാമം വരെ ശ്രദ്ധിക്കണം നമ്മൾ. ആദ്യത്തെ നാമം നമ്മൾ തുടങ്ങിയത് മുതൽ, ദേവിയുടെ ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് മുതൽ സർവാഭരണ ഭൂഷിത എന്നുള്ള നാമങ്ങൾ ഇങ്ങനെ ദേവിയുടെ രൂപം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ശിരസ് മുതൽ ആ പാദത്തിലെ നഖങ്ങൾ വരെ നമ്മൾ കണ്ടു. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? 3 നാമങ്ങളാണ് ഇവിടെ ഉള്ളത്.
ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീന വല്ലഭ. ഈ 3 നാമങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ദേവിയെ കണ്ടു, ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് വന്നു. ആരാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലായി. ദേവിയുടെ അവതാര ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി. ഇനി ദേവിയുടെ രൂപം എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും വ്യക്തമായിട്ട് ആ ചുവന്ന നിറത്തിലുള്ള ആ രൂപം നമ്മൾ മനസ്സിൽ പതിപ്പിച്ചു കഴിഞ്ഞു. കേശം മുതൽ പാദം വരെ, നഖം വരെയുള്ള ദേവിയുടെ രൂപം. അപ്പോ ഇനി എന്താണ് അടുത്തത്? ഇനി ദേവി എവിടെയാണ്, ദേവിയുടെ ആധാരം എവിടെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. വളരെ സ്ട്രക്ചറൽ ആയിട്ടാണ് ഈ സഹസ്രനാമം പോകുന്നത്. അപ്പൊ ദേവിയുടെ ആധാരമാണ് അടുത്തത് കാണിച്ചു തരുന്നത്. എവിടെയാണ്? ശിവകാമേശ്വരാംഗസ്ഥ. അടുത്ത നാമമാണ് ശിവകാമേശ്വരാംഗസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 52ാമത്തെ നാമം. ശിവകാമേശ്വരൻ. ഇവിടെ ശിവൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ശിവകാമേശ്വരൻ എന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ കാമേശ്വരനായിരിക്കുന്ന ശിവന്റെ അംഗം എന്ന് പറഞ്ഞാൽ മടിത്തട്ട്. അപ്പോ കാമേശ്വരനായ ശിവന്റെ മടിത്തട്ടിൽ ഉപവിഷ്ടയാണ് ഈ ദേവി. എന്തുകൊണ്ടാണ് കാമേശ്വരൻ? ശിവൻ ഒരു നിർഗുണ പരബ്രഹ്മമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആ തപസ്സിന്റെ ഏറ്റവും അത്യുജ്വലമായിട്ടുള്ള ആ വിരക്തിയുടെ രൂപത്തിലിരിക്കുന്ന ശിവന്റെ വിവിധ രൂപങ്ങള് നമ്മൾക്കറിയാം, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സഹസ്രനാമത്തിൽ തന്നെ. അപ്പോ ആ രൂപത്തിലിരിക്കുന്ന ശിവനും കാമേശ്വരനായ ശിവനും, കാമേശ്വരന് 2 അർത്ഥമുണ്ട്. ഒന്ന് കാമനെ ജയിച്ച കാമേശ്വരൻ, രണ്ടാമത് സകല കാമങ്ങളുടെയും ആധാരമായിട്ടുള്ള കാമേശ്വരൻ. അപ്പോ ഈ കാമേശ്വരനാണ് സൃഷ്ടിയുടെ, അല്ലെങ്കിൽ പലതാകാനുള്ള ആ ബോധം, ഒന്നായി നിൽക്കുന്ന ആ ബ്രഹ്മാണ്ട സ്വരൂപത്തെ പലതാക്കി മാറ്റാനുള്ള ആ ബോധം ആണ് ഈ കാമേശ്വരൻ. ആ കാമേശ്വരന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ലളിതാംബികയില്ലെങ്കിൽ. ആ കാമേശ്വരന്റെ, അങ്ങനെയുള്ള ആ കാമേശ്വരന്റെ മടിത്തട്ടിലാണ് ദേവി ഇങ്ങനെ തൻ്റെ എല്ലാവിധ സമൃദ്ധികളും സൗന്ദര്യവും എല്ലാം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശിവനാകുന്ന കാമേശ്വരന്റെ മടിത്തട്ടിലിരിക്കുന്ന ദേവിയാണ് ഇവിടെ. അപ്പോ കമനീയ രൂപനാണ് കാമേശ്വരൻ, അതേപോലെ തന്നെ കാമനെ ജയിച്ചവനുമാണ്. അപ്പോ നമ്മൾക്കിവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൃഷ്ടിയുടെ മുഴുവൻ ആധാരമാണ് ഈ ശിവനും കാമേശ്വരിയും തമ്മിലിരിക്കുന്ന ഈ ബന്ധം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇപ്പൊ എവിടെയും നമ്മൾ പറയുന്നത് ബ്രഹ്മാണ്ടം, ഈ ജഗത്തിനെ മുഴുവൻ, ജഗത് ജനനിയായ ദേവിയെ ബ്രഹ്മാണ്ടമായി നമ്മൾ കാണുകയാണെങ്കിൽ, അതേ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന, പഞ്ചേന്ദ്രിയങ്ങളായിരിക്കുന്ന നമ്മൾ അതിന്റെ പിണ്ടാണ്ടമാണ്. അപ്പോ എല്ലാവിധ കാമനകളും നമ്മുടെ മനസ്സിലുള്ളതും ആ കാമനകളെ ശരിയായ വഴിയിലൂടെ നയിച്ച് അതിനെ വേണ്ട രീതിയിൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയാം, അതിന്റെ വേണ്ട രീതിയിലുള്ള അതിന്റെ ആ അനുഭവം തരുന്നത് ഈ ദേവി കാരണമാണ്. അപ്പോ ആ ഒരു രൂപമാണ് ഇവിടെ ശിവകാമേശ്വരാംഗസ്ഥ എന്ന നാമത്തിൽ നിന്നും വരുന്നത്. അപ്പൊ സൃഷ്ടി ചെയ്യാൻ ഉന്മുഖനായിരിക്കുന്ന ശിവനെ അതിന് പ്രേരിപ്പിച്ച് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഐശ്വര്യ രൂപമാണ് ആ ദേവി. അതാണ് ശിവകാമേശ്വരാംഗസ്ഥ. ഇവിടെ അംഗം എന്ന് പറഞ്ഞാൽ മടിത്തട്ടാണ് എന്ന് ഓർക്കുക. അടുത്ത നാമമാണ് ശിവകാമേശ്വരാംഗസ്ഥ. ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ്. അപ്പോ ശിവൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ്, ആ ശുദ്ധ ബ്രഹ്മം തന്നെയാണ് ദേവി. ഈ ബ്രഹ്മാണ്ടം തന്നെയാണ് ശിവൻ. കാരണം നമുക്കറിയാം, എല്ലാവിധ അഹങ്കാരങ്ങളും മനോബുദ്ധി അഹങ്കാരം മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം. എപ്പോഴും നമ്മൾ പറയുന്നതാണ് എല്ലാ ക്ലാസ്സുകളിലും. അപ്പൊ ആ രൂപം തന്നെയാണ് ശിവൻ. അത് തന്നെയാണ് എന്താ പറയുന്നത്, സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവിതം കട്ട പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ശുദ്ധബോധമാണത്. ആ ശുദ്ധബോധത്തിന്റെ ആ രൂപമാണ്, അത് തന്നെയാണ് ശിവ എന്ന് പറയുന്ന കാമേശ്വരി. ഇവിടെ ഒരു വ്യത്യാസവുമില്ല. ആര്? ശിവൻ മംഗളദായിയാണ്, ശിവ മംഗളപ്രദായിനിയാണ്, ശിവ പരാശക്തിയാണ്. ഇതെല്ലാം ശിവ എന്നുള്ള നാമങ്ങളാണ്. അപ്പോ കാമേശ്വരി ഇവിടെ ഈ പ്രപഞ്ചം
തന്നെയായിട്ട് നിൽക്കുകയാണ്. ശുദ്ധബോധമായിട്ടാണ് ദേവി ഇവിടെ ശിവ എന്നുള്ള രൂപത്തില് അല്ലെങ്കിൽ നാമത്തില് അറിയപ്പെടുന്നത്. അപ്പൊ സദാശിവനായിട്ടിരിക്കുന്ന ശിവ ഭഗവാൻ തന്നെയാണ് കാമേശ്വരി ആയിട്ടുള്ളതും. ഇത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടുപേരും അർദ്ധനാരീശ്വരന്മാരാണ്. തന്റെ ശരീരത്തിന്റെ പകുതി തന്നെ കൊടുത്ത് ആ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോ രണ്ടും ഒരു വ്യത്യാസവുമില്ലാത്ത ആ അവസ്ഥയാണ് ഇവിടെ ശിവ എന്നുള്ള നാമത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനിയോ ശിവ സ്വാധീനവല്ലഭ. അപ്പോ ദേവി എങ്ങനത്തെവളാണ്? സ്വാധീനവല്ലഭയാണ്. വല്ലഭൻ എന്ന് പറഞ്ഞ ഭർത്താവ്. കാമേശ്വരനായ ശിവനെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് ദേവി. അപ്പൊ ദേവി ഇല്ലാതെ ശിവന്റെ സൃഷ്ടികർമ്മങ്ങളോ ലീലകളോ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ശിവ സ്വാധീനവല്ലഭ. അപ്പോ വളരെ ശിവൻ ശക്തിക്ക് അധീനപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ശങ്കരാചാര്യ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്ന പോലെ ശിവ ശക്തിയായുക്തോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ തന്നെ ശിവന്റെ ചലനം പോലും ഈ ശക്തിയിൽ അധിഷ്ഠിതമാണ്. അതില്ലെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അപ്പോ ഈ ശുദ്ധബോധത്തിന് ഉണർന്ന് പ്രവർത്തിച്ച് ചരാചരങ്ങളിലൂടെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനെ മുന്നിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഈ ശക്തി വേണം ഇവിടെ. അതുകൊണ്ട് വളരെ നന്നായിട്ട് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ദേവിയാണ് ശിവാസ്വാധീന. അപ്പോ വല്ലഭനെ സ്വാധീനത്തിലാക്കാൻ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മതി. കാരണം ഇവിടെ നമുക്കറിയാം, ഗോപികള് 9 ദിവസത്തെ വ്രതമെടുത്തിട്ട് കൃഷ്ണനെ തനിക്ക് തങ്ങളുടെ സ്വാധീനത്തിലാക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ജപിച്ചത്? ദേവിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോ എവിടെയെങ്കിലും ദേവിയുടെ ആരാധന നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. സ്വന്തം പതിയെ പോലും ഒരുപക്ഷെ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ അതിനു പോലും പറ്റും എന്നുള്ളതാണ് ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോ ശിവ സ്വാധീനവല്ല. അപ്പൊ ദേവിയുടെ ആസ്ഥാനം പറഞ്ഞു. ദേവി ഇരിക്കുന്നത് ആ പരമേശ്വരന്റെ കാമേശ്വരനായ ശിവന്റെ മടിത്തട്ടിലാണ്. ആ ദേവി തന്നെ ശിവനാണ്, അർദ്ധനാരീശ്വരനാണ്, ശിവനാണ്. അതുപോലെ തന്നെ ശിവനെ എല്ലാ കാര്യത്തിനും പ്രേരിപ്പിച്ച് മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ശക്തി സ്വരൂപിണിയായ ഈ ജഗദംബിക തന്നെയാണ് എന്നാണ് ഈ നാമത്തിനർത്ഥം. അപ്പോൾ ആ നാമം ഒന്നുകൂടി നമുക്ക് കാണാം. സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. 6 നാമങ്ങള്. അങ്ങനെ നമ്മള് ഈ നാമത്തോടു കൂടി എത്ര നാമങ്ങൾ ആയി? നമ്മളുടെ 54-ാമത്തെ നാമമാണ് സ്വാധീനവല്ലഭ എന്നുള്ളത്. ഇനി 22-ാമത്തെ ശ്ലോകം. 22-ാമത്തെ ശ്ലോകം ഒന്ന് നന്നായി ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്താണ് കാണിച്ചു തരുന്നത്? ഇപ്പോ വളരെ സ്ട്രക്ചേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എവിടെയാണ് എന്താണ് ആധാരം എന്ന് കാണിച്ചു തന്നു. ഇനി അഡ്രസ്സ് വേണം. ഏത് ദേവിയാണെങ്കിലും അഡ്രസ്സ് വേണം. അഡ്രസ്സ് ഇല്ലാണ്ടെങ്കിൽ ഒരു മനുഷ്യന് പോലും വിലയില്ല. പിന്നെ ദേവിക്ക് വില ഉണ്ടാവുമോ? അപ്പോ എന്താണ് ദേവിയുടെ അഡ്രസ്സ്? അപ്പൊ ദേവിയുടെ രൂപം വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇനി ദേവിയെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു അഡ്രസ്സാണ് അടുത്ത ശ്ലോകം. സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ഇവിടെ എന്താണ് പറയുന്നത്? ആദ്യം നമുക്ക് എല്ലാം കോമൺ ആയിട്ടൊന്ന് പറയാം, പിന്നെ ഓരോ നാമത്തിലും പ്രവേശിക്കാം. അപ്പോ 4 നാമങ്ങളാണ് ഇവിടെ. സുമേരു മധ്യശൃംഗസ്ഥ, സുമേരു പർവ്വതത്തിന്റെ മധ്യഭാഗത്തുള്ള കൊടുമുടിയിൽ ആസനസ്ഥയായവളാണ് ദേവി എന്നാണ് പറയുന്നത്. 1. 2. ശ്രീമൻ നഗര നായിക. അവിടെ എവിടെയാണ്? ശ്രീമൻ നഗരം, ശ്രീനഗരത്തിലാണ്. നമ്മൾ കന്യാകുമാരി ദേവിയുടെ പാദവും ശ്രീനഗരം ദേവിയുടെ ശിരസ്സുമാണ് എന്ന് കണ്ടു നേരത്തെ തന്നെ. ശ്രീമൻ നഗര നായിക, ശ്രീമൻ നഗരം എന്ന സ്ഥലത്താണ്. അപ്പോ ഒരാളെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പറയും എവിടെയാണ്? സുമേരു മധ്യശൃംഗസ്ഥ. എവിടെയാണ് ആള്? ആ ബറോഡയിൽ പോയി അന്വേഷിച്ചാൽ കാണാം. അപ്പൊ ബറോഡയിൽ പോയി അന്വേഷിച്ചാൽ ബറോഡയിൽ എവിടെയാണ്? ശ്രീമൻ നഗര നായിക. സമേല് പോയി അന്വേഷിച്ചാൽ കാണാം എവിടെയാണ് നഗരം എവിടെയാണെന്നുള്ളത്. ഇനിയോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല വീടുകളുമാണ് അവിടെ. സമേൽ ചെന്നപ്പോ
പരമേശ്വരൻ തിരുമേനിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സകല സ്ഥലത്തും കുറേ വീടുകളാണ്. ഏതാണ് ഇല്ലം എന്ന് നമുക്ക് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ചിന്താമണി ഗൃഹാന്തസ്ഥ. എന്ത് ഗൃഹമാണ്? ചിന്താമണി എന്ന് പറയുന്ന ഗൃഹത്തിലാണ് ഇവിടെ ദേവി ഇരിക്കുന്നത്. ഇനിയോ, അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാവരും ദേവിയെ പോലെയാണ്. കാരണം ദേവിയുടെ നഗരത്തിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും ആ ഭാഗ്യസ്വരൂപികളാണ്. അവരൊക്കെ ദേവിയുടെ പോലത്തെ സ്വരൂപമായിരിക്കും. പിന്നെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? നമുക്കറിയാം ദേവിയുടെ ഗുണങ്ങളൊക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നാമങ്ങളിലും. പക്ഷേ ദേവിയെ കാണണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന എവിടെ? അപ്പോഴാണ് പറയണത് പഞ്ചബ്രഹ്മാസന സ്ഥിത. ഒരു ആസനമുണ്ട്, പഞ്ചബ്രഹ്മാസനം എന്ന് പറഞ്ഞ് ആ ആസനത്തിലാണ് ഇരിക്കുന്നത്. ഈ ഓരോ നാമങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പൊ എവിടെയാണ് ദേവിയെ കണ്ടുപിടിക്കാൻ ഒരു വിഷമവുമില്ല. ഒരു പോസ്റ്റ് ഇട്ടാൽ മതി അതിനകത്ത് മിസ്സിസ് കാമേശ്വരൻ, സുമേരു മധ്യശൃംഗം, ശ്രീനഗരം, ചിന്താമണി ഗൃഹം, ഇത്രയും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ദേവിയുടെ അടുത്ത് എത്തും, യാതൊരു സംശയമില്ല. അത്രയും ക്ലിയർ ആണ് ഈ സഹസ്രനാമം. എവിടെയും ഒരു സ്ഥലത്തും ഇതിന് ഫിസിക്കലായിട്ട് നോക്കുമ്പോഴും താത്വികമായിട്ട് നോക്കുമ്പോഴും അതുപോലെ തന്നെ ആന്തരികമായിട്ട് നിഗൂഢമായിട്ട് നോക്കുമ്പോഴും എല്ലാം സ്ട്രക്ചേർഡ് ആണിത്. വളരെ ശരിയായ രീതിയിലാണ് ഇതിന്റെ അതുകൊണ്ടാണ് സഹസ്രനാമങ്ങളുടെ റാണി എന്ന് വീണ്ടും വീണ്ടും രാജ്ഞി എന്ന് പറയുന്നത് ഈ ലളിതാ സഹസ്രനാമത്തിന്. അപ്പോ ഇവിടെ ദേവിയുടെ വാസസ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. 4 നാമങ്ങളില് സുമേരു മധ്യശൃംഗസ്ഥ. ഇത് 2 പാഠഭേദങ്ങളുണ്ട്. സുമേരു ശൃംഗമധ്യസ്ഥ എന്നും പറയും, സുമേരു മധ്യശൃംഗസ്ഥ എന്നും പറയും. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോ മഹാമേരു പർവ്വതത്തിന്റെ മധ്യശൃംഗത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അപ്പോ സുമേരുവിന് 4 ശൃംഗങ്ങളുള്ള ഒരു കൊടുമുടിയാണ്, ഒരു പർവ്വത ശൃംഖലയാണ് ഈ സുമേരു ശൃംഖല. ഏതൊക്കെയാണ്? ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു ശൃംഗമുണ്ട്, ഒരു ബ്രഹ്മാവ് ഇരിക്കുന്ന ഒരു കൊടുമുടിയുണ്ട്, അതുപോലെ തന്നെ വിഷ്ണു ഇരിക്കുന്ന ഒരു കൊടുമുടിയുണ്ട് അത്രേ, അതിന് പരമേശ്വരൻ ഇരിക്കുന്ന ഒരു കൊടുമുടി. അതിന്റെ നടുവില് നമ്മൾ ഇതിനെ ഒരു ചക്രം, ഈ ശ്രീചക്രത്തെ ഒരു സ്തൂപ രൂപത്തില് കാണിച്ചിട്ടുള്ള, പലപ്പോഴും നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. ഒരു സ്തൂപ രൂപത്തിൽ ശ്രീചക്രത്തിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെയാണെങ്കിൽ 3 കൊടുമുടികൾ, 2 എവിടെയും 1 എവിടെയും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നടുവിലുള്ള കൊടുമുടിയാണ് എന്ത്? സുമേരു. ആ സുമേരുവിന്റെ മധ്യത്തിലുള്ള ഏറ്റവും ഉച്ചത്തിലിരിക്കുന്ന ആ കൊടുമുടിയിലാണ് ദേവിയുടെ വാസസ്ഥാനം. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അതിലെ മധ്യബിന്ദുവാണ്. അപ്പോ ശ്രീചക്രത്തിൽ തന്നെ നമ്മള് ദേവി ഈ ചിദഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വരുമ്പോഴേ ഒരു പ്രകാശമാണ് കാണുന്നത്. ആ പ്രകാശം ആ ശ്രീചക്രത്തിൽ നിന്നാണ് ദേവി വരുന്നത് എന്നാണ് സങ്കല്പം. അപ്പൊ ദേവി തന്നെയാണ് ഈ ശ്രീചക്രത്തെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടിയൊക്കെ വിശദമായിട്ട് പഠിക്കും പിന്നെ. അപ്പൊ ഇവിടെ ഈ മധ്യശൃംഗത്തില് ബിന്ദുമണ്ഡലവാസിനിയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. ആ ശ്രീചക്രത്തിന്റെ നടുവിലുള്ള ബിന്ദുവില് ഇരിക്കുന്നത് പോലെ മധ്യത്തിൽ ആ ബിന്ദുവിൽ തന്നെ ആ സർവാമയ ചക്രം എന്നൊക്കെ പറയാം, ആ നടുവിലുള്ള ചക്രത്തിന്റെ ബിന്ദുവിലാണ് ദേവി ഉപവിഷ്ടയായിരിക്കുന്നത്. എന്നിട്ടോ ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് ഈ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സുമേരു മധ്യത്തിലിരിക്കുന്ന ദേവി 2 സുഷുമ്നയാണ്. ഇതിനെ നമ്മള് ജീവന്റെ ഒരു ഇപ്പൊ നമ്മളെല്ലാം പിണ്ടാണ്ടവും അതുപോലെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവുമാണ് നമ്മളെല്ലാം ഇങ്ങനെ താരതമ്യം ചെയ്തു പോകുന്നത്. ഇപ്പോ ഈ സുമേരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നട്ടെല്ല് തന്നെയാണ്. നമ്മളുടെ ഏറ്റവും നടുവിലുള്ള മേരുദണ്ഡത്തിനെയാണ് സുമേരു എന്ന് പറയുന്നത് ഇവിടെ. അപ്പോ ആ ബ്രഹ്മാണ്ടം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ നാമാർത്ഥങ്ങളിൽ ശേഷം അതിന്റെ ഗൂഢാർത്ഥങ്ങളിലേക്ക് വരുമ്പോൾ സുമേരു ഇവിടെ നമ്മുടെയൊക്കെ നട്ടെല്ല് തന്നെയാണ്, അല്ലെങ്കിൽ മേരുദണ്ഡം എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഭാഷ. അപ്പൊ മേരുദണ്ഡത്തിന്റെ നടുവിലാണ് എന്ത്? സുഷുമ്ന നാഡി. ഈ സുഷുമ്ന നാഡിയാണ് പ്രാണന്റെ, അല്ലെങ്കിൽ ഈ ജീവൻ അല്ലെങ്കിൽ പ്രാണന്റെ ഈ ചലനത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോ ഇട പിങ്കള എന്നുള്ള 2 നാഡികള് 2 വശത്തും, അതിന്റെ നടുവില് സുഷുമ്ന നാഡിയും. അപ്പോ അതിന്റെ പേരെന്തുകൊണ്ടാണ്? സുമ്നം എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം സംസ്കൃതത്തില്. അപ്പോ സുമ്നമാണത്, അതുകൊണ്ടാണ് സുഷുമ്ന. വളരെ സുഖദായിയാണ്. ഇപ്പൊ പ്രാണൻ സുഷുമ്നയിലൂടെ പ്രവേശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതീവ സുഖത്തെ അനുഭവിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു ധ്യാനയോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനം. അപ്പൊ നമ്മുടെ
ഈ രണ്ട് നാഡികള്, ഇടയും പിങ്കളയും, ഇപ്പൊ ഇടയിലൂടെ ഉച്ഛ്വാസം, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. പിങ്കള നാഡിയിലൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. നമ്മുടെ മനസ്സ് ഇങ്ങനെ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതമായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഒരിക്കലും സുഷുമ്നയെ തുറക്കാൻ പറ്റില്ല. അപ്പോ ഈ കുണ്ടലിനി അല്ലെങ്കിൽ പ്രാണൻ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഇതിനെ തന്ത്രവിദ്യയിലെ കുണ്ടലിനി എന്ന് പറയും, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രാണൻ തന്നെയാണ്. മൂലാധാര ചക്രത്തിലിരിക്കുന്ന ആ പ്രാണനെ ഉയർത്തണമെങ്കിൽ എന്ത് വേണം? സുഷുമ്ന നാഡിയിലേക്ക് ഇടയും പിങ്കളയും ഇങ്ങനെ ഒരു ചാനലിൽ നമുക്കൊക്കെ അറിയാം, 3 പൈപ്പിൽ 2 കൂടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ അത് അടച്ചാലാണ് മറ്റൊരു ഭാഗത്ത് വായു ആണെങ്കിലും വെള്ളമാണെങ്കിലും പ്രവേശിക്കൂ. അപ്പോ നമ്മളുടെ ഈ എത്രത്തോളം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ നടക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ശ്വാസോച്ഛ്വാസ ഗതികള് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളെ ഇടയും പിങ്കളയും മാത്രമേ നമ്മൾ അതിനെ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഈ ദേവിയുടെ ആദ്യത്തെ ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന് മുതൽ പിടിച്ച് ലാസ്റ്റ് നമ്മൾ കണ്ട നാമം ഏതായിരുന്നു? നാമം എന്ന് പറഞ്ഞു സർവാഭരണ ഭൂഷിത എന്നുള്ള എല്ലാ നാമങ്ങളും ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? ഏകാഗ്രമാവും. ഏകാഗ്രം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ നാസികയുടെ അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിലൊക്കെ ദൃഷ്ടി വെക്കാൻ പറയുന്നത്. അപ്പോൾ പലതായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി ഇങ്ങനെ കുറഞ്ഞു വരും. ഇപ്പൊ വളരെ മന്ദഗതിയിലാവും കുറേ കാലത്തെ നമ്മുടെ പ്രാക്ടീസ് കൊണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഇടയും പിങ്കളയും ഇങ്ങനെ അതിലൂടെയുള്ള വായുവിന്റെ സഞ്ചാരം നിൽക്കുമ്പോൾ, പ്രാണവായുവിന്റെ സഞ്ചാരം നിൽക്കുമ്പോൾ സുഷുമ്ന നാഡി തുറക്കുകയും, കാരണം പ്രാണന് സഞ്ചാരം വേണം, അങ്ങനെ അത് ഈ സുഷുമ്ന നാഡിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ പ്രായാണമാണ് ഇവിടുത്തെ ഈ സുമേരു മധ്യശൃംഗം. അതിൽ നിന്നും ഓരോ ചക്രങ്ങളെയും ബന്ധിച്ച് അത് അവസാനത്തില് അങ്ങനെ എത്തിച്ചേരുന്ന എവിടെയാണ്? ആ ശ്രീനഗരത്തിലെത്തും. ശ്രീനഗരം എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിലെത്തുന്നതാണ്. ആ സഹസ്രാരത്തിൽ നമ്മുടെ ഈ കുണ്ടലിനി ശക്തി എത്തിച്ചേരുമ്പോഴാണ് അത് ആ ശക്തി ശിവനുമായിട്ട് സംയോജിച്ചിട്ട് ആ അമൃതധാരയുള്ള അനുഭവമായി തീരുന്നത്. അതാണ് സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി എന്നുള്ള നാമം നമ്മൾ കാണുമ്പോൾ കാണാം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ദേവി ഇരിക്കുന്ന ആ ഫിസിക്കൽ അബോർഡ് ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ നമ്മളുടെ ആ താത്വികമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഈ കുണ്ടലിനി ശക്തിയുടെ പ്രയാണമാണ്. ആ പ്രയാണത്തിൽ ഓരോ ചക്രങ്ങളും ബന്ധിച്ച് ഈ കുണ്ടലിനി ശക്തി അപ്പോ ഓരോ ചക്രങ്ങളും ബന്ധിക്കുമ്പോൾ അത്യധികം ആനന്ദമുണ്ടാവും. ആ ആനന്ദത്തിൽ അങ്ങനെ അതിനടിമപ്പെട്ട് നമ്മൾ അവിടെ തന്നെ നിന്നുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറെ സിദ്ധികളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾക്ക് ഒരിക്കലും ആ പരമാനന്ദം കിട്ടുകയില്ല. അതുപോലെ തന്നെ ആ ബ്രഹ്മജ്ഞാനവും കിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എവിടെയും നിൽക്കണ്ട, സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക, നേരെ ശ്രീനഗരത്തില് അല്ലെങ്കിൽ ആ സഹസ്രാരത്തിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. അപ്പോ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അതുപോലെ തന്നെ അനാഹതം, പിന്നെ വിശുദ്ധി, ആജ്ഞ, ഈ ചക്രങ്ങളൊക്കെ കടന്നിട്ട് നമ്മൾ സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ് ആ പിന്നെ സുഷുമ്ന നാഡിയിലൂടെയുള്ള നമ്മളുടെ ആ സുധാസാരാഭിവർഷിണിയായിട്ടുള്ള ആ ശിവശക്തിയുടെ ആ അമൃതധാര നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോ ഉദ്യദ്ഭാനു സഹസ്രാവ എന്ന് മുതൽ പിടിച്ച് ഈ നമ്മൾ കാൽനഖം വരെ കണ്ട് അത് കഴിഞ്ഞ് സർവാഭരണ ഭൂഷിതയായിട്ട് ദേവിയെ ദർശിക്കുന്ന രൂപം വീണ്ടും വീണ്ടും ദർശിച്ചോളൂ. എന്നിട്ട് അത് തന്നെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകാഗ്രത വരും. ആ ഏകാഗ്രതയിലൂടെ നമ്മളുടെ കുണ്ടലിനി ശക്തിയെ നമുക്ക് വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സൂചനയാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോ ശ്രീമൻ നഗര നായിക എന്നുള്ളതിന്റെ അർത്ഥം ശ്രീമത്തായിരിക്കുന്ന നഗരത്തിന്റെ അധിപതിയാണ് ദേവി. അപ്പോ സർവ ഐശ്വര്യ സമ്പൂർണമാണ് ഈ ശ്രീമൻ നഗരം. ലളിതാ സ്തവരത്നത്തിലെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? 400 യോജന വലിപ്പമുണ്ട്, അതുപോലെ മനോജ്ഞമാണ് ശ്രീമൻ നഗരം എന്നാണ്. അതാണ് ദേവിയുടെ ആസ്ഥാനം. അതുപോലെ തന്നെ
അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് വെളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ ഒരു ബ്രഹ്മാണ്ടമാണ്. അങ്ങനെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായെന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രം പറഞ്ഞാലല്ലേ നമുക്കൊക്കെ വിലയുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ, ഒരു വെള്ളക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് വിലയുള്ളൂ. അപ്പൊ ഇതൊക്കെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. രുദ്രയാമളത്തില് എഴുതി വെച്ചിട്ടുണ്ട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടങ്ങൾക്ക് അപ്പുറത്താണ് ദേവിയുടെ ഈ ശ്രീനഗരം എന്ന വാസസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോ ഈ ശ്രീനഗരം എന്ന് പറഞ്ഞാൽ ശ്രീചക്രം തന്നെയാണ്. അമ്മ ചക്രനായികയാണ്. ഈ സകല ബ്രഹ്മാണ്ടത്തിന്റെയും ദേവിയായിരിക്കുന്ന അമ്മ ശ്രീചക്രനായിക തന്നെയാണ്. അപ്പോ ആ അമ്മയെ ഇവിടെ ശ്രീമൻ നഗരത്തിന്റെ അധിപതിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയോ ഈ ഭണ്ഡാസുര വധത്തിന് ശേഷം നമുക്കറിയാം, ഈ ആദ്യത്തെ കഥ എപ്പോഴും ഓർമ്മ വേണം. ഭണ്ഡാസുര വധത്തിന് ശേഷം ത്രിമൂർത്തികള് ഇങ്ങനെ വളരെ സന്തോഷവാന്മാരായിട്ട് ത്രിമൂർത്തികൾ പറയാണ്, ദേവിയെ എവിടെയെങ്കിലും ദേവിക്ക് കാമേശ്വരനുമായി ഇരിക്കാനുള്ള ദേവിക്ക് ഒരു സ്ഥാനം വേണം, ഒരു നഗരം വേണം, ഒരു ആസ്ഥാനം വേണം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ മയനെയും അതുപോലെ തന്നെ വിശ്വകർമാവിനെയും രണ്ടുപേരെയും, അസുരശില്പിയെയും ദേവശില്പിയെയും വിളിച്ചിട്ട് ത്രിമൂർത്തികള് നിർദ്ദേശം കൊടുക്കുന്നതാണ് ഈ അമ്മയ്ക്ക് ഇരിക്കാനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആസനം, ഒരു നഗരം സൃഷ്ടിക്കൂ എന്ന് പറയാണ്. അപ്പോ അത് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ലളിതോപാഖ്യാനത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ലളിതോപാഖ്യാനത്തിൽ നിന്ന് ഈ സഹസ്രനാമം ഒഴികെ മറ്റെല്ലാം ലളിതോപാഖ്യാനത്തിലുള്ളത് തന്നെയാണ്. അതിന്റെ മുന്നേ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സഹസ്രനാമം അഗസ്ത്യന് കൊടുക്കാത്തപ്പോ വീണ്ടും അത് ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. അപ്പോ ഈ സഹസ്രനാമത്തിന്റെ മുന്നേ ഇതെല്ലാം ലളിതോപാഖ്യാനത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയാം. ഈ 9 പർവ്വതങ്ങളും അതുപോലെ തന്നെ 7 സമുദ്രങ്ങളും, മേരുപൃഷ്ടം, നിഷദം, ഹേമകൂടം, ഹേമഗിരി, ഗന്ധമാദനം, നീലമേഷം, ശൃംഗം, മാഹേന്ദ്രം, മഹാഗിരി, ഇങ്ങനെയുള്ള 9 പർവ്വതങ്ങളും അതുപോലെ തന്നെ ലവണസമുദ്രം, ഇക്ഷുസമുദ്രം, സുരാസമുദ്രം, ഘൃതസമുദ്രം, ദധിസമുദ്രം, ക്ഷീരസമുദ്രം, ശുദ്ധജല സമുദ്രം, ഇങ്ങനെയുള്ള 7 സമുദ്രങ്ങളും, ഇതെല്ലാം ഈ 16 നഗരങ്ങളാണ് ദേവിക്ക് നിർമ്മിച്ചു കൊടുത്തത്. അതിന്റെ മധ്യത്തിലാണ് ദേവിയെ ഇരുത്തിയത്. ഇങ്ങനെ 16 നഗരങ്ങൾ നിർമ്മിച്ച് 9 പർവ്വതങ്ങളിലും അതുപോലെ 7 സമുദ്രങ്ങളിലെ നടുക്കും അങ്ങനെ 16 നഗരങ്ങൾ നിർമ്മിച്ചു കൊടുത്ത് അതിന്റെ മധ്യത്തിൽ ദേവിയെ, ആ ശ്രീനഗരം നിർമ്മിച്ചു കൊടുത്തു ദേവിക്ക് എന്നാണ് പറയുന്നത് ത്രിമൂർത്തികള്, മയനും വിശ്വകർമാവും കൂടിയിട്ട്. അപ്പോ ശ്രീമൻ നഗര നായികയായിട്ടുള്ള ആ ദേവി അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചോളൂ. ഇനിയോ ചിന്താമണി ഗൃഹാന്തസ്ഥ. അപ്പോ ഈ ശ്ലോകത്തിലെ 22ാമത്തെ ശ്ലോകം തന്നെയാണ്, 57ാമത്തെ നാമമാണ് ചിന്താമണി ഗൃഹാന്തസ്ഥ. അപ്പൊ ശ്രീമൻ നഗരത്തിലെ എവിടെയാണ് ദേവി ഇരിക്കുന്നത്? ചിന്താമണി ഗൃഹത്തില്. ചിന്താമണി ഗൃഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരു മണിയാണ് ചിന്താമണി. ആ ചിന്താമണി, അങ്ങനത്തെ രത്നം, അപ്പോ ദേവി ഇരിക്കുന്ന ഗൃഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധകൻ എന്ത് വിചാരിച്ചുവോ അതെല്ലാം സാധിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എവിടെയും തങ്ങരുത്. എന്ത് സിദ്ധി കിട്ടിയാലും എന്ത് ഐശ്വര്യം കിട്ടിയാലും അതിലൊന്നും കുടുങ്ങി പോവാൻ അഹങ്കരിക്കുകയും ചെയ്യാതെ പോയിക്കോളൂ 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 പോയിക്കോളൂ. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് എവിടെയാണ്? ചിന്താമണി ഗൃഹത്തിലാണ് ദേവിയുടെ. അത് സഹസ്രാരത്തിലാണ്. അപ്പോ ചിന്താമണി ഗൃഹം, ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന ആ പീയൂഷധാര വഴിയുന്ന ആ ഗൃഹമാണ് ചിന്താമണി ഗൃഹം. ചിന്താമണി രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഗൃഹമാണ്. അപ്പൊ ഉപാസകൻ എല്ലാം തരാൻ കെൽപ്പുള്ളവളാണ് ഈ ശ്രീ ലളിതാംബികയായിട്ടുള്ള ഈ ദേവി. ഉപാസകന്റെ ചിന്തയാകുന്ന മണിഗൃഹത്തിൽ, അതായത് ചിന്ത എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്, ആ ഹൃദയത്തിലിരിക്കുന്ന ആ ദേവിയാണ് ഇവിടെ. അപ്പോ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഫിസിക്കൽ അവാർഡ് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഉപാസകന്റെ ചിന്തകൾ എവിടെയാണ്? ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലെ ഗൃഹം, ആ ഗൃഹത്തിലിരിക്കുന്ന എന്തും തരാൻ കെൽപ്പുള്ള ആ ഗൃഹം ഉണ്ടാക്കി അതിൽ വസിക്കുന്ന ആ ദേവിയാണ്, ആ ശുദ്ധബോധമാണ് ഈ ദേവി. ആ ദേവിയെ പ്രാർത്ഥിച്ചോളൂ, എന്ത് വേണമെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ ചിന്താരത്നം എന്നുള്ള ഒരർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബുദ്ധി മനസ്സുമായിട്ടാണ് ബുദ്ധിക്കുള്ള കണക്ഷൻ. അതുപോലെ തന്നെ ഈ എല്ലാ ബന്ധങ്ങളുടെയും മനസ്സെങ്ങനെയാണ്? എല്ലാ ബന്ധങ്ങളും മനസ്സ് കാരണമാണ്.
അപ്പൊ നമ്മളുടെ എല്ലാ ബന്ധങ്ങളും ദേവിയുടെ ഈ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ അതിൻ്റെ കൂടി എല്ലാ ചിന്തകളുടെയും അധിപതിയാണ് ദേവി എന്നുകൂടി ചിന്താമണി ഗൃഹാന്തസ്ഥ എന്നുള്ള ഈ നാമം കൊണ്ട് വിശദീകരിക്കുകയാണ്. ഇനി 58ാമത്തെ നാമമാണ്. അപ്പൊ എവിടേക്ക് കിട്ടിയ നമുക്ക് എവിടെയാണ് ദേവിയുടെ സ്ഥലം പറഞ്ഞു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ദേവിയുടെ വാസസ്ഥാനമായ ശ്രീനഗരം പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ചിന്താമണി എന്ന് പറഞ്ഞ ഗൃഹമാണെന്ന് പറഞ്ഞു. ഇനി എന്താ പറയണത്? പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മാസനസ്ഥിത, വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആസനമാണ് ദേവിയുടെ. പഞ്ചബ്രഹ്മങ്ങളാണ് അവിടെയുള്ള. ആരാണ് പഞ്ചബ്രഹ്മങ്ങള്? ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, സദാശിവൻ, അതുപോലെ തന്നെ ഈശ്വരൻ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, ഈ 4 പേരാണ് ഇതിന്റെ 4 കാലുകൾ. ദേവി ഇരിക്കുന്ന ഈ സിംഹാസനത്തിന്റെ 4 കാലുകൾ ആരാണ്? 3 ത്രിമൂർത്തികളും പിന്നെ ശിവന്റെ രൂപമായിട്ടുള്ള മറ്റൊരു രൂപമായിട്ടുള്ള ഈശ്വരനും. ഇവർ 4 പേരുമാണ് ഇതിന്റെ കാലുകള്. എന്തുകൊണ്ടാണ് അവർ കാലുകളായിരിക്കുന്നത്? ദേവിയെ സദാ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കാലുകളായിട്ട് തന്നെ ഈ പഞ്ചബ്രഹ്മാസനത്തിന്റെ. ഇനിയോ പഞ്ചം എന്ന് പറഞ്ഞാൽ 5ാമത്തത് എന്താണ്? അതിന്റെ പലക. എവിടെയാണ് ആസനത്തിന്റെ പലക? 4 കാലിന്റെ മുകളിൽ ആ പലകയാണ്. സദാശിവനാണ് ആ പലക. ഒന്നിൽ നിന്നും പലതാവാൻ വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അശുദ്ധ ബോധത്തെ പലതാക്കി മാറ്റാൻ വേണ്ടി, ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് വേണ്ടി അങ്ങനെ വെമ്പി നിൽക്കുന്ന ആ സദാശിവനാണ് അതിന്റെ പലക. ആ പലകയിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പോ പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദേവിയുടെ അടുത്തിരിക്കാൻ വെമ്പി നിൽക്കുന്ന 3 ത്രിമൂർത്തികളും അതുപോലെ തന്നെ ഈ ഈശ്വരനും, ഇവർ 4 ഇരിക്കുന്ന കാലുകളും സദാശിവനായിരിക്കുന്ന ആ പലകയും അതിന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ബ്രഹ്മാവ് നമ്മൾ കണ്ടു, മൂലാധാരത്തിന്റെയും സ്വാധിഷ്ഠാനത്തിന്റെയും നടുവിലുള്ള ആ കെട്ടാണ്. ഓരോ ഗ്രന്ഥിയും വിഭേദിക്കണം. ആ ഗ്രന്ഥി വിഭേദിനിയാണെങ്കിൽ അവിടെയാണ് ബ്രഹ്മാവ്. അത് കഴിഞ്ഞാൽ സ്വാധിഷ്ഠാനത്തിന്റെയും സ്വാധിഷ്ഠാനത്തിന്റെ അധിപതിയാണ് വിഷ്ണു. അതുപോലെ മണിപ്പൂരത്തിന്റെ അധിപതിയാണ് രുദ്രൻ. പിന്നെയോ ഈശ്വരൻ അനാഹത ചക്രത്തിന്റെ അധിപതിയാണ്. സദാശിവൻ വിശുദ്ധി ചക്രത്തിന്റെ അധിപതിയാണ്. അപ്പോ ഈ ഓരോന്നും നമ്മുടെ കുണ്ടലിനി ശക്തി മുകളിൽ പോകുമ്പോൾ ഓരോ ഈ അനുഭവങ്ങളും നമ്മൾക്ക്, ഓരോ ത്രിമൂർത്തികളും, അത് കഴിഞ്ഞ് ഈശ്വരനും, അത് കഴിഞ്ഞ് സദാശിവൻ സഹസ്രാരത്തിൽ എത്തുമ്പോൾ, അങ്ങനെയാണ് ഇവിടെ ഈ ഭ്രൂമധ്യത്തിലിടയ്ക്കുള്ള. അപ്പൊ എവിടെയാണ് അത്ര ഇതിന്റെ ദേവിയുടെ ശരിക്കുള്ള ആസ്ഥാനം? അതിനുശേഷം നമ്മളുടേതായി പറയുമ്പോൾ ഭ്രൂമധ്യത്തിലിടയ്ക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ആസനത്തില് എന്തിലാണ് ദേവി ഇരിക്കുന്നത്? വളരെ ഇപ്പൊ നമ്മളൊരു വളരെ മനോഹരമായിട്ടുള്ള കുമാരസംഭവം എന്നുള്ള പടത്തിലത്തെയാണ് തോന്നുന്നു. പറന്നു പറന്നു വരും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി. അപ്പോ ഈ ഹംസത്തിന്റെ തൂവലുകള്, പിടയരയന്നങ്ങളുടെ തൂവലുകൾ വിരിച്ച മെത്തയിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ ഹംസം എന്ന് പറഞ്ഞാൽ തന്നെ, ഹം എന്ന് പറഞ്ഞാൽ പിന്നെ ശിവനും, സം എന്ന് പറഞ്ഞാൽ ശക്തിയുമാണ്. അപ്പൊ ഹംസം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഹംസത്തിന്റെ ഏറ്റവും മൃദുവായിട്ടുള്ള തൂവലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ മെത്തയിലാണ് ദേവി ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ദേവിയുടെ ആ ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കുണ്ടലിനി ശക്തിയെ നേരത്തെ കണ്ടതുപോലെ നമ്മൾ ദേവിയുടെ രൂപം മനസ്സിൽ ഇരുത്തി ധ്യാനിച്ച് ഇങ്ങനെ പടിപടിയായി മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഓരോ അനുഭവങ്ങളും കഴിഞ്ഞ്, ഓരോ ദർശനങ്ങളും കഴിഞ്ഞ് അങ്ങനെ സഹസ്രാരത്തിൽ എത്തുമ്പോൾ സദാശിവനുമായി ഈ ശക്തി രമിക്കുമ്പോൾ കിട്ടുന്ന ആ പീയൂഷധാര നമുക്ക് അനുഭവിക്കാം എന്നാണ് ഇവിടെ പഞ്ചബ്രഹ്മാസന സ്ഥിത എന്നുള്ള ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എത്ര മനോഹരമാണ് ഇതിന്റെ പ്രയാണം എന്ന് നോക്കി നോക്കൂ ഈ സഹസ്രനാമത്തിന്റെ. അപ്പൊ ഒന്നുകൂടി ഈ മനോഹരമായിട്ടുള്ള ശ്ലോകം കാണാം. 22ാമത്തെ. സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. അപ്പോ ഇങ്ങനെ 58ാമത്തെ നാമമായിരുന്നു പഞ്ചബ്രഹ്മാസനസ്ഥിത എന്നുള്ളത്. അപ്പോ വളരെ
മനോഹരമായിട്ട് തന്നെ ഇപ്പൊ ദേവിയുടെ ആസ്ഥാനവും നമ്മൾക്ക് മനസ്സിലായി. ദേവി നമ്മളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള പരമാർത്ഥവും നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മളുടെ ഈ നമ്മളുടെ വാസനകളില് നമ്മളിങ്ങനെ പെട്ടുപോയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട്, മായ കൊണ്ട് നമ്മൾ അങ്ങനെ മൂടപ്പെട്ട് കിടക്കുന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് നമ്മൾക്ക് ദേവി നമ്മളിലുണ്ടെന്ന് മനസ്സിലാവാത്തത്. അപ്പൊ ആ മായയെ മാറ്റിക്കളഞ്ഞാൽ ഈ ദേവിയുടെ ചൈതന്യം നമ്മൾക്ക് ഉള്ളിൽ തന്നെ അറിയാൻ പറ്റും എന്നാണ്. നമ്മൾക്ക് 23-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 23-ാമത്തെ ശ്ലോകം പിന്നെയും ദേവിയുടെ വാസസ്ഥാനത്തിന്റെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. 23-ാമത്തെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. തന്ത്രശാസ്ത്രം വളരെ ഗംഭീരമായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. മഹാപത്മാടവി സംസ്ഥ, എവിടെയാണ് ദേവി വസിക്കുന്നത്? ഇനിയിപ്പോ ദേവിയുടെ ഗൃഹത്തിന്റെ ചുറ്റും നമ്മൾ പണ്ടും കണ്ടു. ദേവി ആ കദംബ വനമാണ് ദേവിയുടെ വീടിന് ചുറ്റും. അപ്പൊ കദംബ പൂക്കളാണ് ദേവി ഇങ്ങനെ ലോലാക്കുകളായിട്ട് ഇടുക. കദംബത്തിന്റെ പൂക്കളൊക്കെ കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് കാണാം മഹാപത്മാടവി സംസ്ഥ. പത്മാടവിയാണ്. ആ ചുവന്ന താമരകളെ, താമരക്കാടാണ്, ഒരു സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന അടവി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. അടവി വിപിനം കാനനം, കാടാണ്. അപ്പോ ഈ ഒരു കാടാണ്, സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാടാണ്. പൊതുവെ പത്മം ഉണ്ടാവുന്നത് വെള്ളത്തിലാണ്, പക്ഷേ ഇവിടെ താമരക്കാടാണ്. ആ താമരക്കാടിലെ ആ മഹാപത്മാടവി സംസ്ഥ, അവിടെ താമരപ്പൂക്കൾ, മഹത്തായ മനോഹരമായ താമരപ്പൂക്കൾ നിറഞ്ഞ വനത്തില് സ്ഥിതി ചെയ്യുന്നവളാണ്. സംസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. അവിടെയാണ് ദേവി ഇരിക്കുന്നത്. ഇനിയോ ഇപ്പോ ലളിതോപാഖ്യാനം എപ്പോഴെങ്കിലും വാങ്ങിച്ച് അതിന്റെ തർജ്ജമയൊക്കെ വായിക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് ഈ പത്മാടവിയെ വിവരിച്ചിട്ടുണ്ട്. കുറേ പേജുകളിൽ വിവരിച്ചിട്ടുണ്ട് പത്മാടവിയെ ഗംഭീരമായിട്ട്. ഇവിടെ ഇനി ഈ പത്മം എന്നൊക്കെ ഇവിടെ പറയുന്നത് തന്ത്രശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞു. തന്ത്രശാസ്ത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ നമ്മൾ വളരെ പെരിഫറലായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആദ്യത്തെ ആ ഭാഗം മാത്രമേ നമ്മൾ പറയുള്ളൂ. കാരണം വളരെ തന്ത്രശാസ്ത്രം പഠിച്ച് അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അത് അറിയണമെന്നുള്ളവര് വീണ്ടും അതിനെ ഗാഠമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾക്കിപ്പോ ദേവിയെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അതിൻ്റെ ഗൂഢാർത്ഥങ്ങളും അറിയുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ സഹസ്രദള പത്മം തന്നെയാണ് ഈ മഹാപത്മാടവി എന്ന് പറഞ്ഞാൽ സഹസ്രദള പത്മം തന്നെയാണ് ഇവിടെ. അപ്പോ സഹസ്രാര ചക്രത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ഈ കുണ്ടലിനി അല്ലെങ്കിൽ ഈ സുഷുമ്നയിലൂടെ ഈ ജീവന്റെ പ്രയാണം, ഈ ആ പ്രയാണത്തില് ഏറ്റവും മുകളിൽ പോകുമ്പോഴുള്ള ആ സഹസ്രദളം, സഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം എന്നാണ് അർത്ഥമുള്ളത്. അപ്പൊ 1000 എന്ന് മാത്രമല്ല അർത്ഥം, കുറേ ആയിരങ്ങൾ എന്ന് പറയാം അതിന്. അപ്പോ ഈ ആ പത്മത്തിന്റെ ഓരോ ഇതളുകളും നമ്മുടെ ന്യൂറോൺസ് ആണ് എന്ന് പറയാം നമുക്ക്. ശുദ്ധബോധമാണ് ദേവി. അപ്പോ ഈ ശുദ്ധബോധത്തിനെ എങ്ങനെയാണ്, കോടിക്കണക്കിന് ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിലുള്ളത് എന്ന് നമുക്കറിയാം. അതിൽ 5% അത്രേ സാധാരണ നമ്മളെ പോലെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ പ്രവർത്തിക്കുന്നത്. 5 മുതൽ 10% വരെ ന്യൂറോൺസ്. ഇപ്പൊ ഒരു സയന്റിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഐൻസ്റ്റീനോ ഐസക് ന്യൂട്ടനോ അതുപോലെ തന്നെ നമ്മുടെ CV രാമനോ അങ്ങനത്തെ ആര്യഭട്ടനോ, അവരുടെയൊക്കെ 30% വരെയുള്ള ന്യൂറോൺ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അതേ സമയത്ത് ഈ സഹസ്രാര പത്മത്തിലുള്ള പീയൂഷധാര അനുഭവം ചെയ്തിട്ട് ലോകത്തിന് നന്മ വേണം, ഞങ്ങൾക്ക് മാത്രം പോരാ, നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലേക്ക് വരികയാണ്. അങ്ങോട്ട് എടുത്തു ചാടിയില്ല ആര്? നമ്മുടെ ഋഷിമുനിമാരാരും. അവരവിടെ നിന്ന് അതെല്ലാം ആനന്ദിച്ച ആനന്ദത്തെ പകർന്നു കൊടുത്തു. ഇതിങ്ങനെ തലമുറകളായി കൈമാറണമെന്ന് പറഞ്ഞ് അങ്ങനെ 100% അവരുടെ ന്യൂറോൺസ് ആക്റ്റീവ് ആയിരുന്നു. അപ്പോ അവര് പറഞ്ഞതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഈ 10,000 മുന്നേ ഇത് തെളിയിക്കപ്പെട്ടതാണ്, എഴുതി വെച്ചതൊക്കെ മിത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പുച്ഛിച്ച് തള്ളുമ്പോൾ 5% ന്യൂറോൺ മാത്രം
ആക്റ്റീവായിട്ടുള്ള നമ്മളാണ് ഇത് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര വിഡ്ഢിത്തരമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഇവിടെ തന്ത്രശാസ്ത്രത്തില് തൻ എന്ന് പറഞ്ഞ ധാതു തന്നെ തന്ത്രശാസ്ത്രത്തിലത്തെ ധാതുവാണ്. തൻ, തനു. അതുപോലെ തന്നെ ഇത് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഇത് തന്നെ. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് വികസിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ താമരയുടെ ഓരോ ഇതളുകളും വികസിപ്പിക്കണം. നമ്മൾ ആദ്യം നമ്മുടെ സഹസ്രാര പത്മത്തിലെ ഇതളുകളെല്ലാം നമ്മൾ വികസിപ്പിക്കുമ്പോഴാണ് നമ്മുടെ പ്രാണനെ നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ ഈ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ പീയൂഷധാരയുടെ അമൃതത്തിന് വേണ്ടി നമ്മൾക്ക് പോകാൻ പറ്റുക എന്നാണ് ഇവിടെ പറയുന്നത്. മഹാപത്മാടവി സംസ്ഥ എന്ന നാമത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ദേവിയുടെ മഹാപത്മാടവിയില് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ആ വലിയ താമരക്കാടുകളുടെ നടുവിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ഇനിയോ കദംബവനവാസിനി. ദേവി ആരാണ്? ഇതൊക്കെ നാമങ്ങളാണ്. കദംബവനവാസിനി, കദംബ വൃക്ഷങ്ങളുടെ വനത്തിൽ ആണ് ദേവി. നമ്മൾ നേരത്തെ കണ്ടു, ദേവി തന്റെ കാതില് നമ്മൾ തുളസിപ്പൂവൊക്കെ ചൂടി പോകുന്നത് പോലെ ആ കദംബ വൃക്ഷത്തിന്റെ ആ പൂക്കൾ പറിച്ച് ലോലാക്കുകളായി ഇടുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. അപ്പോ കദംബ വനവാസിനിയാണ്. ഇതും ഈ കദംബ വനവാസിനി എന്ന് പറയുന്നതും കദംബ വനത്താൽ ചുറ്റപ്പെട്ടതാണ് ശ്രീനഗരം. ആ ശ്രീനഗരത്തിലെ ആ സഹസ്രാര പത്മത്തെ ഉണർത്താനുള്ള അല്ലെങ്കിൽ അതിനെ വീണ്ടും പറയാനുള്ള, അതിനെ മറ്റൊരു തരത്തിൽ പറയാനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ കദംബ വനവാസിനി എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കദംബ വൃക്ഷങ്ങളുടെ നടുവിലാണ്, കദംബ വനമാണ് ശ്രീനഗരത്തിന് ചുറ്റും. അതിന്റെ മണവും അതിന്റെ സൗരഭ്യവും എല്ലാം അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ. ഇനിയോ സുധാസാഗര മധ്യസ്ഥ. എവിടെയാണ് ദേവി? എവിടെയാണ് ദേവി? മഹാപത്മാടവി സംസ്ഥ നമ്മൾ മനസ്സിലാക്കി. കദംബ വനവാസിനി. ഇനിയോ സുധാസാഗര മധ്യസ്ഥ. അപ്പോ ആ പീയൂഷധാര ഇങ്ങനെ ഒരു കടലായിട്ട്, സുധാസാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേനിന്റെ, അതിന്റെ അമൃതിന്റെ ആ സാഗരമായിരിക്കുന്ന അതിന്റെ സുധാസാഗരത്തിന്റെ മധ്യത്തിലാണ് ദേവി ഉള്ളത്. അപ്പോ അമൃത സമുദ്രത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ദേവിയാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോ ഇവിടുന്ന് നമ്മൾക്ക് മനസ്സിലായി, ഈ രുദ്രഗ്രന്ഥി വിഭേദിച്ചതിന് ശേഷം സദാശിവനുമായിട്ട് ദേവി അല്ലെങ്കിൽ ഈ ശക്തി, ഇവിടെ ശക്തി എന്ന് പറയുന്ന അപ്പോൾ ആ പീയൂഷധാരയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അമൃത സമുദ്രത്തിന്റെ ആ ധാര തന്നെ നമ്മൾക്ക് കിട്ടും, അനുഭൂതി കിട്ടും എന്നാണ് ഇവിടെ സുധാസാഗര മധ്യസ്ഥയാണ് ദേവി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇത് തന്നെയാണ് നമ്മളപ്പോ ഈ സുധാസാഗരം നമ്മൾക്ക് ഇപ്പോ അനുഭവിക്കാൻ പറ്റില്ലേ? ശരിക്കും നമ്മള് അമരത്വമാണ് നമ്മൾക്കൊക്കെ ഉള്ളത്. പക്ഷേ ജനിച്ച അന്ന് മുതൽ നമ്മുടെ കോശങ്ങൾ മരിക്കുന്നുണ്ട്. ഒരു സമ്പൂർണ്ണ ശിശുവായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾക്ക് മുഴുവൻ കോശങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ കുറെ കോശങ്ങൾ മരിച്ചു പോകും, കുറച്ച് കോശങ്ങൾ ഉണ്ടാവും. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കോശം മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നു എന്ന് ആരും പറയില്ല. ഓ, അതുപോലെ തന്നെ ഒരു കൈ പോയാലും ആരും, അപ്പൊ കുറച്ചുകൂടി പ്രശ്നമാവും. കൈ പോയി എന്ന് പറയും, എന്നാലും ഞാൻ മരിച്ചുപോയി എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ഈ ശരീരത്തെയാണ്, ഈ കാണുന്ന ഫിസിക്കൽ ബോഡിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഒന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ഒരാള് 1950 ജനിച്ചു അല്ലെങ്കിൽ 60 ജനിച്ചു എന്ന് കൂട്ടിക്കൊള്ളും. ജനുവരി 1-ാം തീയതി 1960 ഒരാൾ ജനിച്ചു. അപ്പൊ കലണ്ടറൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. അതിനു മുന്നേ 9 മാസം, നമുക്കറിയാം രാമായണത്തിലെ എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് അതിനെ വിവരിച്ചിട്ടുണ്ട്. ഭ്രൂണാവസ്ഥ മുതൽ 9 മാസം വരെയുള്ള വളർച്ച. അപ്പൊ ഈ പ്രാണൻ അപ്പോഴും ഉണ്ടായിരുന്നു. അല്ലാതെ ജീവനില്ലാതെ, അന്ന് ജീവനില്ലെങ്കിൽ അന്ന് നമ്മൾ ഇന്നുണ്ടാവില്ലല്ലോ, ഈ ജീവിച്ചിരിക്കുന്ന 1960. ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഡേറ്റ് മാത്രമാണ്. നമ്മള് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണത്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫോം ആയി. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നമ്മള് ഈ ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ആയ ഡേറ്റ് ആണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി ഈ 9 മാസം പിറകിലേക്ക് പോകും നമ്മള്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ കിട്ടും? ഒരു ഭ്രൂണമായിട്ട് കിട്ടും നമ്മൾ. ഇന്നിപ്പോ ഒരു ബുദ്ബുദം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ആ ബുദ്ബുദമായിട്ടുള്ള ബിന്ദു, അതിന്റെ പോലും ചലനം നമുക്ക് കാണാൻ പറ്റും ഇന്ന് ശാസ്ത്രത്തിൽ. അപ്പോഴല്ലേ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കില്ലല്ലോ പറഞ്ഞാൽ. അങ്ങനെ ആ ബിന്ദു എവിടുന്ന് വന്നു?
മാതാവിന്റെ ശരീരത്തിൽ നിന്നും പിതാവിന്റെ ശരീരത്തിൽ നിന്നും. അപ്പൊ രണ്ട് സമാനമായിട്ടുള്ള ജീവൻ തന്നെയാണത്. കാരണം ഒരു ശരീരത്തിൽ നിന്നും നമുക്ക് ഇന്ന് ക്ലോൺ ചെയ്ത ഒരു സെല്ലിൽ നിന്നും അതേപോലത്തെ ഒരാളെ ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം തെളിയിപ്പിച്ചിട്ടുണ്ട്. അതിന് പരിമിതിയുണ്ട്. അങ്ങനെ നിങ്ങൾ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തലമുറയോ അതിന്റെ അടുത്ത തലമുറയോ ഉണ്ടാക്കാൻ പറ്റില്ല. അവരെല്ലാവരും രോഗികളായി പോകും. അതിന് നമ്മൾ ജീൻ മ്യൂട്ടേഷൻ എന്നുള്ള തിയറി ഒക്കെ പറയും. കാരണം സമാനമായിട്ടുള്ള എങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജീനുകൾ തന്നെ മ്യൂട്ടേറ്റ് ചെയ്താലാണ് ഈ നമ്മളുടെ ജീവൻ നിലനിൽക്കുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ പക്ഷേ അതൊരു സത്യമാണ്. ഒരു സെല്ലിൽ നിന്ന് നമുക്ക് ഒരാളെ ക്ലോൺ ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഒരു സെല്ല് തന്നെയാണ് മാതാവിന്റെയും പിതാവിന്റെയും ഒരു സെല്ല്. ഇനിയോ ആ സെല്ല് ഒരുമിക്കാത്ത സമയത്ത് അത് നമ്മൾ എവിടെയായിരുന്നു? അപ്പൊ നമ്മൾ മാതാവിലും ഉണ്ടായിരുന്നു, നമ്മൾ പിതാവിലും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ജനിക്കുന്നതിന് മുന്നേ അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം എന്നുണ്ടായോ എന്ന് നമ്മൾക്ക് അറിയപ്പെടാത്ത ആ ഒരു ഒന്നിൽ നിന്നും പലതാകാൻ വിചാരിക്കപ്പെട്ട ആ ശക്തി, അതിനെ സദാശിവൻ എന്നോ അല്ലെങ്കിൽ ജഗജ്ജനനിയായ ലളിതാ പരമേശ്വരി എന്നോ പറഞ്ഞോളൂ, അത് ഉണ്ടാകുന്ന അന്ന് മുതൽ നമ്മളും ജീവിച്ചിരിപ്പുണ്ട്. ഇതാണ് എനർജി neither can be created nor can be destroyed, it can be transformed from one form to another എന്നുള്ള തിയറിയാണത്. അപ്പോൾ നമ്മളൊക്കെ ഈ എനർജി ഒരിക്കലും നശിപ്പിക്കാനോ അല്ലെങ്കിൽ സൃഷ്ടിക്കാനോ പറ്റില്ല. അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള തിയറിയാണ് നമ്മളിവിടെ പറയുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദന്ത്യാപോ ന ശോഷഗതി മാരുതഃ എന്ന് പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ ഒരു സാധനം കൊണ്ട്, ശസ്ത്രത്തിനോ അസ്ത്രത്തിനോ മാരുതനോ ഒന്നിനെ കൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മളൊക്കെ ആ സുധാസാഗര, ആ അമൃത സമന്മാരാണ് നമ്മളെല്ലാവരും എന്ന് ഈ സദാശിവൻ അല്ലെങ്കിൽ ഈ ജഗജ്ജനനി പലതാവാൻ തീരുമാനിച്ചോ എന്ന് മുതൽ അവർ ദേവി ശിവകാമേശ്വരാംഗസ്ഥയായിരുന്നുവോ അന്ന് മുതൽ നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ആ ചൈതന്യം തന്നെയാണ് നമ്മളിലുള്ളത്. അതൊരിക്കലും നശിക്കുന്നില്ല എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇവിടെ നമുക്ക് തരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ സുധാസാഗര മധ്യസ്ഥ. പക്ഷെ മായ മൂടിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് കാണാൻ പറ്റില്ല. നമ്മളും ദൈവവും തമ്മിലുള്ള ദൈവം ചുരുങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ എങ്ങനെയായിരുന്നു അത്? വളരെ ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ മായ വ്യാപിക്കും. അതാണ് നമ്മൾക്ക് ഇതൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോ ഇത് 61ാമത്തെ നാമമായിരുന്നു സുധാസാഗര മധ്യസ്ഥ എന്നുള്ളത്. ഇനി 62ാമത്തെ നാമം എന്താണ്? കാമാക്ഷി. അത് 23ാമത്തെ ശ്ലോകത്തിൽ തന്നെയാണ്. കാമാക്ഷി എന്ന് പറഞ്ഞാൽ കമനീയമായ അക്ഷികളോടുകൂടിയവൾ, വളരെ മനോഹരമായ കണ്ണുകളോടുകൂടിയവളാണ് കാമാക്ഷി. അപ്പോ ദേവി തന്റെ വലത് കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെ ബ്രഹ്മാവിൽ നിന്ന് ഇടതുകൊണ്ട് വിഷ്ണുവിൽ നിന്നും ഇതൊക്കെ സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ആണ് കാണുന്നത്. ഒരു കണ്ണ് സരസ്വതിയും ഒരു കണ്ണ് ലക്ഷ്മിയുമാണ്. അതുപോലെ തന്നെ ക എന്ന് പറഞ്ഞാൽ സരസ്വതിയും മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുമാണ്. ഇതൊക്കെ ബീജാക്ഷരങ്ങളാണ് ഇതെല്ലാം. അതാണ് ഈ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മന്ത്ര ബീജാക്ഷരങ്ങളാണ്. ക എന്ന് പറഞ്ഞാൽ സരസ്വതി എന്നാണ് അർത്ഥം, മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. ഇപ്പൊ രണ്ടുപേർക്കും ജന്മം നൽകിയവളാണ് ദേവി എന്നുകൂടി ലളിതോപാഖ്യാനം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ കാമാക്ഷിയായിട്ടുള്ള ദേവിയാണ്. ഇപ്പോ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കാമേശ്വരൻ തന്നെ നേത്രമായവൾ കാമാക്ഷി, എല്ലാ കാമനകളും സാധിച്ചു തരുന്നവൾ കാമാക്ഷി, കമനീയമായ കണ്ണുകളോടുകൂടിയവൾ കാമാക്ഷി. അപ്പൊ തന്റെ കടാക്ഷം കൊണ്ട് ഭക്തന്റെ എല്ലാ കാമനകളും അങ്ങനെ സാധിപ്പിച്ചു കൊടുക്കുന്നവളാണ് കാമാക്ഷിയായിരിക്കുന്ന ഈ ദേവി. ഇവിടെ കാഞ്ചിയില് ദേവി ഇരിക്കുന്ന എങ്ങനെയാണ്? കാമാക്ഷിയായിട്ടാണ്. കാഞ്ചിയില് ദേവി കാമാക്ഷിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാഞ്ചി കാമാക്ഷി എന്ന് പറയുന്നത്? വീണ്ടും നമുക്കറിയാം, സതീദേവി ദേഹത്യാഗം ചെയ്ത സമയത്ത് ഇങ്ങനെ ശങ്കര ഭഗവാൻ ആ ദേവിയുടെ ദേഹവും എടുത്ത് താണ്ഡവ നൃത്തമാടുന്ന സന്ദർഭത്തില് സുദർശനം കൊണ്ട് അതിനെ
അതിൽ നിന്നും ആ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നിന്ന് സുദർശനം കൊണ്ട് മഹാവിഷ്ണു ആ 51 കഷ്ണങ്ങളാക്കി മാറ്റി ദേവിയുടെ ആ ശരീരത്തെ. അതെല്ലാം പതിച്ച ഭാരതഖണ്ഡമാണിത്. അതിനകത്ത് ദേവിയുടെ കാഞ്ചി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഈ അരയിൽ അഴിഞ്ഞിരിക്കുന്ന അരഞ്ഞാണം അത് വീണ സ്ഥലമാണ് കാഞ്ചി. അവിടുത്തെ ദേവിയായിരിക്കുന്ന ദേവിയാണ് കാമാക്ഷി. അപ്പൊ കാഞ്ചിയിലെ കാമാക്ഷിയാണ്, മധുരയിലെ മീനാക്ഷിയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ 51 ശക്തിപീഠങ്ങളിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശക്തിപീഠമാണ് കാമാക്ഷി. ഇനി ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ വളരെ രസകരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ദേവിയോട്. കമനീയമായ കണ്ണുകളാണല്ലോ ദേവി അങ്ങയ്ക്കുള്ളത്. അങ്ങ് ഈ വേണ്ടാത്തിടത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കണം എന്തിനാണ്? എന്താണ് ചെയ്യുന്നത്? ചിലപ്പോ പാമ്പുകളെ നോക്കും. ശിവന്റെ കഴുത്തിൽ ആടുന്ന പാമ്പുകളെ കണ്ട് ദേവി ഭയചകിതയായി മാറും. പാർവതി പേടിക്കും. അതുപോലെ ചിലപ്പോൾ ഗംഗയെ നോക്കും. അപ്പൊ ഗംഗയെ നോക്കുമ്പോൾ ഈർഷ്യ വരും, അസൂയ വരും. ഭഗവാന്റെ ശിരസിലിരിക്കുന്നതാണല്ലോ ഇവളെ എന്ന് തോന്നിയിട്ട്. അത് കഴിഞ്ഞ് ദേവി ഭക്തന്മാരെ നോക്കും. അപ്പൊ കരുണാർദ്രമാവും ദേവിയുടെ കണ്ണുകളെ. ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവി ഏത് നേരത്തും. ഞാനിതാ ഇവിടെ നിൽക്കണു, ഒന്ന് വെറുതെ എന്നെ നോക്കിക്കൂടെ എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. നമ്മളൊക്കെ ഇത് അങ്ങനെ പെട്ടെന്ന് നോക്കില്ല. അപ്പോ ഒന്ന് എന്നെ നോക്കിക്കൂടെ, നോക്കിയാൽ മാത്രം മതി, ബാക്കിയൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ്. മനോഹരമായിട്ട് സൗന്ദര്യലഹരിയുള്ള ശ്ലോകമാണത്. അപ്പൊ ഒന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കിട്ടുമല്ലോ ദേവി. അടുത്ത നാമം അത് തന്നെയാണ് പറയുന്നത്, കാമദായിനി. 63ാമത്തെ നാമാണ് കാമാക്ഷി കാമദായിനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമങ്ങളെ അതുപോലെ തന്നെ എല്ലാ മനോരഥങ്ങളെയും ദാനം ചെയ്യുന്നവളാണ് ദേവി, കാമദായിനി. അതുപോലെ തന്നെ കാമദനായിട്ടുള്ള ശിവനോട് കൂടിയിരിക്കുന്നവളാണ് ആര്? ആ ശിവസ്വരൂപിയായിരിക്കുന്നവളാണ് കാമദായിനി. അപ്പോ അവകാശമുള്ളവളാണ്. ദായിനി എന്ന് പറഞ്ഞാൽ അവകാശമുള്ളവളാണ്. അപ്പൊ കാമേശ്വരന് അവകാശമുള്ളവളാണ്. അല്ലെങ്കിൽ ഭക്തന്റെ സാധകന്റെ എല്ലാ കാമനകളും സാധിച്ചു തരുന്നവളാണ് കാമദായിനി എന്നുള്ള പേര്. അങ്ങനെ 23 ശ്ലോകങ്ങൾ. 23ാമത്തെ ശ്ലോകം ഒന്നുകൂടി നമുക്ക് വായിക്കാം. മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഇപ്പൊ ഇവിടെ 5 നാമങ്ങളാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിലുള്ളത്. ഇന്ന് നമ്മൾ അടുത്ത ശ്ലോകം 24ാമത്തെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്ക് 24ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിലാക്കാം. നമുക്കിവിടെ സമാപിപ്പിക്കാം. ദേവിയുടെ ആ കമനീയമായ രൂപം അങ്ങനെ കണ്ട് മനസ്സിൽ ധ്യാനിച്ച് അതിനെ നമ്മളുടെ ആ ചുവന്ന അരുണിമയോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ദേവിയുടെ ചരണങ്ങളിൽ ഇന്നത്തെ ഈ സപര്യ സമാപിപ്പിക്കാം. ഓം മഹാദേവ്യൈ നമഃ.